അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി ബിറുല്ലാഹി മാ ബഅദ്. മതസൗഹാർദ്ദവും സഹവർത്തിത്വവും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ ചർച്ച നടത്തുന്നത്. ചർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ ഈ മതം മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ, അവരോട് സൗഹൃദമായി ഇടപെടാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുന്ന് മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരുമായി സന്ധിയിലേർപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, അത് മറ്റു മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അതുപോലെ തന്നെ അവിടുത്തെ ജീവിതവും തിരുവചനങ്ങളെല്ലാം മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനും അവരുമായി സൗഹൃദപരമായി ഇടപെടാനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്വഹാബത്തായ സഹ്ൽ റളിയല്ലാഹു അൻഹു തൻ്റെ അയൽവാസി ഒരു ജൂതനായിരുന്നു. ആ സമയത്ത് സഹ്ൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ആ ജൂതൻ്റെ വീട്ടിൽ നിന്നും മാലിന്യങ്ങൾ എപ്പോഴും ധാരാളം വരുമായിരുന്നു. സഹ്ൽ റളിയല്ലാഹു അൻഹു ആ മാലിന്യങ്ങൾ വന്നപ്പോൾ ഒരിക്കലും തൻ്റെ അയൽവാസിയോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. അപ്പോൾ പിന്നീട് വഫാത്തിൻ്റെ സമയത്ത് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്താണ് അയൽവാസി വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാലിന്യം വരുന്നുണ്ട്, അത് തടയാൻ ശ്രമിക്കണം. അത് മുഖേന ആ ഒരു ജൂതൻ നമ്മുടെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവിടുത്തെ സ്വഹാബത്തിൻ്റെയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും എല്ലാം ജീവിതം മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും അവരുമായി സൗഹൃദപരമായി ഇടപഴകാനുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്നിൻ്റെ ഈ ലോകത്ത് നമ്മളിപ്പോൾ കാണുന്നത്, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ യുവത്വം മറ്റു മതസ്ഥരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ ആഘോഷങ്ങളിൽ, പ്രത്യേകിച്ച് ഓണം, ക്രിസ്തുമസ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും മറ്റു മതങ്ങളെ അവരുമായി അവരുടെ ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നു. അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രമാണങ്ങളിലൂടെ, ഖുർആനിലൂടെയും ഹദീസിലൂടെയും എങ്ങനെയാണ് റഷദ്, എങ്ങനെയാണ് അതിൻ്റെ എന്താണ് ഖുർആനിലും ഹദീസിലുമെല്ലാം ഇതിനെക്കുറിച്ച്, മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? തീർത്തും ഇസ്ലാം എന്നാൽ സമാധാനം എന്നാണ് അർത്ഥം. ഈ സമാധാനം മനുഷ്യർക്കിടയിൽ മാത്രമേ, മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അതൊരു ബാധകമാണ്. എന്നാൽ മനുഷ്യനെന്ന നിലക്ക് ലഭിക്കാവുന്ന നീതിയും സഹവർത്തിത്വവും, അത് സഹവർത്തിത്വവും എല്ലാ ആളുകൾക്കും ലഭിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. ഇതിൻ്റെ പ്രമാണപരമായ വശങ്ങൾ പരിശോധിച്ചാൽ ഹുജറത്ത് സൂറത്തിൽ, ഖുർആനിലെ ഹുജറത്ത് സൂറത്തിലെ 13-ാമത്തെ വചനം മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നത് യാ ഹയ്യുഹന്നാസ്, ഓ മനുഷ്യരെ എന്നാണ്. നാം വ്യത്യസ്തമായത് പരസ്പരം വിദ്വേഷിക്കാനല്ല, മറിച്ച് വൈവിധ്യങ്ങളെ തിരിച്ചറിയാനാണ് എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. സൃഷ്ടാവ് ഒന്നുള്ളൂ എന്നുള്ള ആ ബോധം സൃഷ്ടികളിൽ സമത്വം, സഹവർത്തിത്വമെല്ലാം കൊണ്ടുവരാൻ അതിലൂടെ സാധിക്കുന്നുണ്ട്. മറ്റൊരു ഖുർആനിലൂടെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ അൻആം സൂറത്തിലെ 108-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്, മറ്റു മതസ്ഥർ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്, അവരുടെ വിശ്വാസങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. സൂറത്തുൽ കാഫിറൂനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതമെന്ന് എന്ന നിലപാട് ഈ സഹവർത്തിത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ജനതയോടുള്ള ശത്രുത, അവരോടുള്ള നീതികേട് കാണിക്കാൻ നിങ്ങൾ പ്രേരണയാകരുത് എന്ന് മാഇദ സൂറത്തിലെ 8-ാമത്തെ ആയത്തിലൂടെ പറയുന്നതായി കാണാം. അതായത് വൈകാരികമായ എത്ര അകൽച്ചയുള്ളവരോട് നിങ്ങൾ നീതിയോട് മാത്രമാണ് പെരുമാറേണ്ടതെന്നാണ്
ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊരു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഹിജ്റയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മുസ്ലിങ്ങളോടും മുസ്ലിങ്ങളല്ലാത്തവരും തർക്കമുണ്ടായപ്പോൾ അവിടെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അനുകൂലമായി ധാരാളം വിധികൾ പറഞ്ഞിട്ടുണ്ട്. കരാറുകൾ ലംഘിക്കാത്ത അമുസ്ലിങ്ങളോട് പരമാവധി വിട്ടുവീഴ്ചകൾ കാണിക്കണമെന്നാണ് ഹദീസുകളുടെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ജീവിതങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ മതസൗഹാർദ്ദത്തിനോടുള്ള കൂറുകൾ എത്ര വലുതായിരുന്നു എന്നല്ല. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം കേവലം ഒരു സാമൂഹിക കരാറായിട്ടല്ല ഇത് കാണുന്നത്, മറിച്ച് ഇതിലൂടെ ഒരു പ്രതിഫലം, അള്ളാഹുവിൽ നിന്നൊരു പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിലൂടെയെല്ലാം നമുക്ക് ഈ സഹവർത്തിത്വം, മതസൗഹാർദ്ദം ഈ പ്രമാണങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ വ്യക്തമാകുന്നുണ്ട്. തീർച്ചയായും ഇസ്ലാം എപ്പോഴും മറ്റു മതങ്ങളെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതിന് ഏറ്റവും ഉദാഹരണങ്ങളാണ് ഖുർആനിൽ പറഞ്ഞ പല സൂക്തങ്ങളും പല ആയത്തുകളും. അപ്പോൾ ആ ആയത്തുകൾ അതുപോലെ തന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതശൈലിയും അതുപോലെ തന്നെയാണ്. അവിടുന്ന് ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആൻ എങ്ങനെയാണോ അതുപോലെയാണ് മുത്തുനബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഖുർആനിൽ പറഞ്ഞതാണ്, ഖുർആനിലെ പല ആയത്തുകളിലും പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റു മതസ്ഥരെ ബഹുമാനിക്കണമെന്ന്. അതിന് നമുക്ക് നല്ലൊരു വഴി തന്നെ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മറ്റു മതങ്ങളെ ബഹുമാനിച്ചതായി നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. അപ്പോൾ ശിഹാബ്, താങ്കൾ എങ്ങനെയാണ് ഈ മറ്റു മതസ്ഥരെ ചരിത്രപരമായി എങ്ങനെയാണ് മറ്റു മതസ്ഥരുമായുള്ള ബഹുമാനവും അവരോടുള്ള സൗഹൃദപരമായ ഇടപെടലുകളും എങ്ങനെയാണ് അത് നിങ്ങൾ നോക്കിക്കാണുന്നത്? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള ജൂതന്മാരായിട്ടും മറ്റു മതസ്ഥരുമായിട്ടെല്ലാം ഒരു ഒത്തുചേർന്ന് അവരുടെ എല്ലാം നിയമങ്ങളൊക്കെ ഒത്തുചേർത്തുകൊണ്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കി. അതായിരുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭരണഘടന. പിന്നെ അവിടെ നിന്ന് മറ്റു മതസ്ഥരായിട്ടുള്ള നിയമങ്ങളെല്ലാം അനുകൂലിച്ചും അവരുടേതായ ആശയങ്ങളെല്ലാം മാറ്റി നിർത്താതെ അവർക്ക് അവരുടേതായ മതങ്ങളുടെ ചട്ടങ്ങളും നിയമങ്ങളും നടപ്പിലാക്കി കൊടുത്തു. ഇങ്ങനെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മറ്റു മതങ്ങളുടെ ആരാധനകളെ മാറ്റി നിർത്തിയിട്ടില്ല. അവർ അവരുടേതായ മതങ്ങൾ ആചരിക്കുകയും അത് അവരുടെ മതങ്ങളുടെ നിയമങ്ങൾ അത് അവർക്ക് അനുകൂലമായതാണ്. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇസ്ലാം എത്രത്തോളം മതസൗഹാർദ്ദമുള്ളൊരു സമയമാണ് എന്ന്. ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇസ്ലാം എത്രയേറെ മതസൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെയിനിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഇത്രയേറെ വലിയ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു സമ്മാനം സ്പെയിന് നൽകിയിട്ടുള്ളത് ഒരുപാട് സാങ്കേതിക ശാസ്ത്രമായ ഒരുപാട് പ്രചോദനങ്ങൾ, ഒരുപാട് കഴിവുകൾ അവിടെ നിന്ന് നമുക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിനെല്ലാം ഇസ്ലാം മാത്രം നാം എടുത്തു നോക്കിയാൽ മതിയാവുകയില്ല. മറ്റു ജൂതന്മാരും മറ്റു മതസ്ഥരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു കൂടിച്ചേർപ്പ്, അല്ലെങ്കിൽ അവർ ചേർന്നിട്ടുള്ളൊരു ഒത്തൊരുമ കാരണമാണ് ഇത്രയേറെ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ നമുക്ക് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ചരിത്രങ്ങളും എടുത്തു നോക്കുമ്പോഴും മുസ്ലിം പണ്ഡിതന്മാർ, കേരളത്തിലുള്ള ആദ്യത്തെ മുസ്ലിം പണ്ഡിതന്മാരും മറ്റു മതങ്ങളുടെ ആരാധനകളെ അവർക്ക് നടപ്പിലാക്കി കൊടുക്കുകയും മുസ്ലിം മതത്തിൻ്റെ ആരാധനകളെ അത് അവരുടെ നിയമങ്ങളായി വിടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ എല്ലാ മതസ്ഥർക്കും അവരുടേതായ നിയമങ്ങൾ, അവരുടേതായ ആശയങ്ങളെല്ലാം
ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഇസ്ലാമിൻ്റെ ഭരണകാലത്ത് ഇസ്ലാം മതത്തെ മാത്രം പരിഗണിക്കാതെ മറ്റു മതങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മറ്റു മതങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങളെല്ലാം അത് അവരുടേതായ രീതിയിൽ നടപ്പിലാക്കാനും ഇസ്ലാം സമ്മതിച്ചിട്ടുണ്ട്. അതിനൊരു യാതൊരു എതിർപ്പും ഇസ്ലാമിൻ്റെ ഭരണകാലത്ത് നടന്നിരുന്നില്ല. അതുപോലെ തന്നെ ഇക്കാലത്തിൽ നാം പണ്ടുകാല ചരിത്രങ്ങളിൽ നബിത്തങ്ങളും സ്വഹാബത്തും മറ്റു മതങ്ങൾക്ക് നൽകിയ ആരാധനകളും മറ്റു മതങ്ങളെ മാറ്റി നിർത്താതെ മറ്റു മതങ്ങളെയും കൂടിച്ചേർത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് ആ മതത്തെ ഇല്ലായ്മയുടെ കഥകൾ പറഞ്ഞ് പൊട്ടിമുളപ്പിച്ച് ആ മതത്തെ അവർ വഷളാക്കിക്കൊണ്ടല്ല നബിത്തങ്ങളും സ്വഹാബത്തും നമ്മുടെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇസ്ലാം മതം എത്രയേറെ മതസൗഹാർദ്ദം നൽകിയിട്ടുള്ള മതമാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. തീർച്ചയായും അവിടുന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ചരിത്രം, അതൊക്കെ നോക്കുമ്പോൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കണം, അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരുമായി ഒരു ഉടമ്പടിയൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു മാതൃകയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഈ കേരളത്തിലേക്ക് ആദ്യമായി ഇസ്ലാം വന്ന സമയത്ത് നാം കണ്ടതാണ്, നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഒരു മതേതരത്വ രാജ്യമാണല്ലോ. ആ സമയത്ത് മുസ്ലിമുകൾ ആദ്യമായി കേരളത്തിൽ വന്നപ്പോൾ അവരെ ബഹുമാനിക്കാനും അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ബഹുമാനിച്ച് അവരെ ഇവിടെ പള്ളികൾ പണിയാനൊക്കെ സഹായിച്ചിരുന്നു മറ്റു മതസ്ഥരും. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ ഇന്ത്യയും കേരളവും എടുത്തു നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് പലപ്പോഴും പല വെല്ലുവിളികളും വരുന്നുണ്ട്. മതേതരത്വ രാജ്യമായ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളായ നമുക്ക് ധാരാളം വെല്ലുവിളികൾ വരുന്നുണ്ട്. ഇസ്ലാം എപ്പോഴും മറ്റു മതങ്ങളെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ പലപ്പോഴും മറ്റു മതങ്ങൾ നമ്മെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും മൊത്തം മറ്റും നമ്മുടെ മുസ്ലിമീങ്ങളുടെ മതസൗഹാർദ്ദം എങ്ങനെയാണ് അസ്ലം നിങ്ങൾ എത്രത്തോളം നോക്കിക്കാണുന്നുണ്ട്? ഇന്ത്യയിലെയും കേരളത്തിലെയും മതസൗഹൃദം എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് നല്ല രീതിയിലാണ് മതസൗഹൃദം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളെല്ലാം നാം കണ്ടതാണ്. SOSഉം DYFI, ലീഗ് തുടങ്ങിയ പല സംഘടനകളും നമ്മുടെ ഒരുമിച്ച് ജാതി നോക്കാതെ മതം നോക്കാതെ മനുഷ്യനെന്നൊരൊറ്റ നിലയിൽ അവർക്ക് വേണ്ടി പ്രയത്നിച്ചതെല്ലാം നാം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. അതിനപ്പുറം ഇസ്ലാം എന്ന മതം, നമ്മുടെ മതം ഒരു ജാതിയെയും വേർതിരിക്കുന്നില്ല. എല്ലാ ജാതിക്കും അതിൻ്റേതായൊരു ഭരണഘടന, അതിൻ്റേതായൊരു ആശയമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ തന്നെ ഇസ്ലാമിനൊരു വേർതിരിവ്, ആ മതമാണ് അല്ലെങ്കിൽ ഈ മതമാണെന്നുള്ളൊരു വേർതിരിവ് ഇസ്ലാമിന് ഈ കേരളത്തിൽ നിലവിൽ ഇല്ല. എന്നാൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്കെതിരെ, മുസ്ലിംസിനെതിരെ കേന്ദ്ര സർക്കാർ പല നിയമങ്ങളും ഇറക്കുന്നുണ്ട്. ബീഫ് നിരോധനം, അതേപോലെ പൗരത്വ ബില്ല്, അങ്ങനെ പല മുസ്ലിങ്ങളെ അടിച്ചോടിക്കാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്താക്കാൻ, ഒരു ഹിന്ദുത്വ രാജ്യമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നിലവിൽ ഉള്ളത്. അതിനൊരു ഉദാഹരണം മണിപ്പൂർ കലാപം, ഗുജറാത്ത് കലാപം, മുസ്ലിംസിനെതിരെയുള്ളൊരു കലാപം ഗുജറാത്ത് കലാപം. അപ്പോൾ കേരളത്തിൽ ആണെങ്കിൽ സംഘികൾ ചെറിയൊരു രീതിയിൽ ഇതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മുസ്ലിമുകളുടെ ശക്തി അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ശക്തി കാരണമാണ് കേരളത്തിലെ ശരിക്കും നടപ്പിലാക്കാൻ പറ്റാത്തത്. എന്നാൽ ഇന്ത്യയിൽ അവരുടെ ഒരു പ്രാതിനിധ്യം, അവരുടെ ഒരു കൂടുതൽ ഉള്ളൊരു സംഖ്യകൾ കൂടുതൽ ഇന്ത്യയിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിയുന്നില്ലത് അവർക്കൊരു ദുഃഖകരമാണ്, നമുക്കതൊരു സന്തോഷകരവുമാണ്. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രളയകാലത്തും മറ്റു ചൂരൽമല, അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോൾ ഐക്യം, പൈസക്കാരൻ, പണമുള്ളവൻ, പണമില്ലാത്തവൻ എന്നും വേർതിരിവില്ലാതെ സ്വന്തം വണ്ടിയെടുത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് മതസൗഹൃദം നോക്കി മനുഷ്യനെന്നൊരൊറ്റ വില നൽകി പലരെയും രക്ഷിക്കുന്നതിനാൽ നമ്മുടെ കണ്ണിലൂടെ കണ്ടതാണ്. അതിനപ്പുറം നമ്മൾ ഇന്ത്യയിലും പല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെ നിന്നാവട്ടെ പല ആർമിക്കാരാവട്ടെ, പ്രത്യേകിച്ച് ആർമിക്കാർ, എല്ലാവരും മനുഷ്യരെന്ന നിലയിൽ ആണ് എല്ലാവരെയും നോക്കിക്കാണുന്നത്. ഇനി സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമുക്കെതിരെ കൂടുതൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. പല സംഘികളും ഇസ്ലാമിനെ സോഷ്യൽ മീഡിയയിലൂടെ കാർന്ന് തിന്നുകയാണ്. അതിനെതിരെല്ലാം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവർ വീണ്ടും
ഇതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായ പ്രധാന ആശയമായ നമ്മൾ ഇന്ത്യൻ ജനത എന്നത് വരെ സംഘികൾ, RSSകാർ, കേന്ദ്ര സർക്കാർ ഇല്ലായ്മ ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭരണഘടനയിൽ നിന്നെല്ലാം ആ ആശയം മാറ്റി നമ്മൾ സംഘി അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ കയ്യിലാണ് കൂടുതൽ പാർലമെൻറ്റിൽ ന്യൂനപക്ഷം. ഈ പാർലമെൻറ്റിൽ ഇല്ലെങ്കിലും കഴിഞ്ഞ മുന്നത്തെ ഇലക്ഷനിലൊക്കെ പാർലമെൻറ്റിൽ വരെ അവർക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എതിർപക്ഷം കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ നടപ്പാക്കാൻ സാധിക്കുകയില്ലെന്ന് നമുക്കൊരു സന്തോഷകരമാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ നമുക്കെതിരെ ചെറിയ ചെറിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഇസ്ലാം എന്ന മതം അപരനെ വെറുക്കുന്നൊരു മതമാണെന്ന് ചില കേന്ദ്രങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അക്കലാക്കിലൂടെ അഥവാ സ്വഭാവത്തിലൂടെയാണ് നമ്മൾ എതിർക്കേണ്ടത്. തൻ്റെ അയൽവാസി ഏത് മതസ്ഥനായാലും അത് അവൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരണമെന്നാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. ഇങ്ങനെയുള്ളൊരു മതത്തെ, ആ മതം അപരനെ അല്ലെങ്കിൽ മതം നോക്കി ജീവിക്കുന്ന ഒരു മതമാണ്, മറ്റു മതസ്ഥരെ എതിർക്കുന്നൊരു മതമാണ്, മറ്റു മതസ്ഥരുടെ ആശയം എതിർക്കുന്നൊരു മതമാണ് എന്നൊക്കെ പല മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനങ്ങളും മുസ്ലിംസിനെതിരെ പറയുന്നുണ്ട്. അപ്പോൾ മതസൗഹാർദ്ദം കേരളത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ലിവിങ് ടുഗദർ എന്നൊരു സംസ്കാരമാണ് കേരളത്തിൽ ഉള്ളത്. അത് സഹവർത്തിത്വത്തിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു അടിത്തറ എന്നത് ലിവിങ് ടുഗദർ ആശയമാണ്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഈ സഹവർത്തിത്തെ, കേരളത്തിൻ്റെ മഹാസൗഹാർദ്ദത്തെ പല രീതിയിലും ഇതിനെതിരെയുള്ള വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്നും അവർ നമുക്കെതിരെ പല പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ടെന്നും ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോൾ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളെതിരെ അവർക്കെതിരെ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു മതസൗഹാർദ്ദം കൊണ്ടാണ് ഇപ്പോഴും നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇസ്ലാമികപരമായി നമ്മുടെ മതസൗഹാർദ്ദം എത്രത്തോളം നമ്മുടെ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു, നമ്മിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അനുയായികളുടെയും സ്വഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്നത് അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മളൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന മറ്റു മതസ്ഥർക്ക് വേണ്ടി അവരുമായി സൗഹൃദപരമായി ഇടപഴകാൻ നമ്മളൊക്കെ ശ്രമിക്കണം. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.